ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ രണ്ട് അടിപൊളി വാൾ ഡെക്കറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു കാർഡ്ബോർഡ് മുറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമൊന്നും ആക്കി കൊടുത്താലേ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റുമേ. വെള്ളമാക്കിയിട്ട് കുറച്ചുകൂടി സമയം നിന്നാൽ നല്ലപോലെ ഇളകി വരും. പിന്നെ നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇളക്കി മാറ്റാൻ വേണ്ടി തുടങ്ങി. അതിന് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അത് ഇളക്കി മാറ്റാൻ വേണ്ടി കുറച്ച് പണിയായിരുന്നു. പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിനി. എനിക്കിതുപോലൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഹാഫാക്കി എടുക്കാം. ഏകദേശം ഒരു സ്ക്വയർ വരുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. സ്ക്വയർ തന്നെ വേണമെന്നില്ല, പക്ഷെ സ്ക്വയർ ആയാലും കുറച്ചുകൂടി നന്നായിരിക്കും. രണ്ട് ട്രയാങ്കിൾ കിട്ടുന്ന രീതിയിലാണ് ഇനി ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഭാഗം മുറിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ ഒരു കവർ എടുക്കുന്നുണ്ട്. ഈ ഒരു കവർ പറയുമ്പോൾ നമുക്ക് സാധനമല്ല വാങ്ങുമ്പോൾ എപ്പോഴും കിട്ടുന്ന ഒന്നാണല്ലോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും. ഇനിയിപ്പോൾ ഇതന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. സാധാ നോട്ട്ബുക്കിൻ്റെ പേജോ അല്ലെങ്കിൽ A4 ഷീറ്റോ എന്ത് വേണേലും എടുക്കാം. ഞാൻ പിന്നെ കാർഡ്ബോർഡ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു കളറിനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതുപോലൊന്നും നമുക്ക് ചുരുട്ടിയെടുക്കാം. ഇതിനെ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അതിന് എല്ലാവർക്കും അറിയുമായിരിക്കും. എന്നാലും നമ്മളെല്ലാ സ്റ്റെപ്പും കാണിക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. എന്തായാലും നമുക്കിത് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാം. ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നല്ലപോലെ ഗ്ലൂ തേച്ച് കൊടുക്കാം. കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫെവിക്കോൾ മതിയിട്ട് നല്ലപോലെ ഒട്ടാൻ വേണ്ടിയിട്ട്. അത് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ടേ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാൽ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ പേപ്പർ കൊണ്ട് റോൾ ചെയ്തെടുത്തൊരു സാധനമില്ലേ, അത് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം. സെൻറ്ററിലേക്കായിട്ട് വേണം കേട്ടോ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാർഡ്ബോർഡ് പീസില്ലേ, അതും കൂടി ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ടേ. അത് രണ്ട് ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി. ഈ ഒരു ഷേപ്പിൽ ഞാനൊരു പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് സെയിം ഷേപ്പിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുറിച്ചതിന് ശേഷം ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഗോൾഡൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാനാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കൊടുത്തത്. പക്ഷെ അതെന്തോ ഒട്ടും കളർ പിടിക്കാത്ത പോലെ ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ കൊടുക്കാൻ തുടങ്ങി. അത് കളർ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊരു കാർഡ്ബോർഡും കൂടി എടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് മൊത്തത്തിലൊന്ന് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. ബ്ലാക്കിൽ പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും വലിയ സീനൊന്നുമില്ല. കളർ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഗോൾഡൻ ലീഫില്ലേ, അത് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ വാളിൽ വെച്ചിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു സ്ക്വയർ ആക്കി എടുക്കാം. ഇതുപോലത്തെ രണ്ടെണ്ണമാണ് നമുക്കിതിന് വേണ്ടത്. അതുപോലെ പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്ത് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നത്. ഇതന്നെ വേണമെന്നില്ല, ഫെവിക്കോൾ ആണെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സ്റ്റിക്ക് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ഗ്ലൂ കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ രണ്ടും ഒരേ ലെവലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ രണ്ട് ഭാഗമില്ലേ, അത് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള വാൾ ഡെക്കേഴ്സ് എല്ലാം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് രണ്ടും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. രണ്ടിൻ്റെയും സെൻട്രലായിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാൽ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ചെറിയൊരു പ്ലാസ്റ്റിക് ഫ്ലവർ എടുത്തിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്താണെങ്കിൽ ഈ ഒരു ഫ്ലവർ മാത്രമേ ഉണ്ടായിട്ടു. പ്ലാസ്റ്റിക് ഫ്ലവർ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വാൾ ഡെക്കറും റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൽ നമുക്ക് കളർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും കളർ ചെയ്തെടുക്കുന്നില്ല. ഞാൻ നമ്മളെ ഹാളിൽ ടിവിൻ്റെ അപ്പുറത്തിപ്പുറത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ രണ്ട് വാൾ ഡെക്കേഴ്സ്? ഇഷ്ടമായാലും ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.